റിവ്യൂ ഓഫ് റിലീജിയൻ പ്രസിദ്ധീകരിക്കുന്ന ശ്രീ മുഹമ്മദ് സഫറുള്ള ഖാൻ രചിച്ച സ്ത്രീ ഇസ്ലാമിൽ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇപ്പോൾ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. പുസ്തകം പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീമതി ജമീല പ്രകാശം. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീമതി വീണ സുനിൽ. ഏവരെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. In the name of God, the most gracious and merciful. ബഹുമാന്യരെ, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അംഗവും നീതിന്യായ കോടതിയുടെ അധ്യക്ഷനുമായ സർ സഫറുല്ല ഖാൻ സാഹിബ് ഇംഗ്ലീഷിൽ രചിച്ച വിമൻ ഇൻ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിന്റെ മലയാള പരിഭാഷയായ സ്ത്രീ ഇസ്ലാമിൽ എന്ന പുസ്തകമാണ് ഇന്നിവിടെ പുനഃപ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥിയും മുൻ MLA-യുമായ അഡ്വക്കേറ്റ് ജമീല പ്രകാശം മാഡമാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത കഥാകൃത്തും കവയിത്രിയുമായ ശ്രീമതി വീണ സുനിൽ മാഡമാണ്. ഇവർ രണ്ടുപേരെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തിരുവനന്തപുരം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ മഹിളാ വിഭാഗം അധ്യക്ഷയായ ശ്രീമതി ഷാഹിദ നിസാർ, പുസ്തക പരിചയം നിർവഹിക്കുന്ന ശ്രീമതി ജസ്ഫീന സയ്യിദ്, ശ്രീമതി ജുവൈരിയ ഗൗഹർ ഷംസ്, സമാപന പ്രസംഗം നടത്തുന്ന ശ്രീമതി സുറുമിയ മുസഫർ എന്നിവരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി വിശുദ്ധ ഖുർആൻ പാരായണത്തിനായി ശ്രീമതി ഷാഹിദ നിസാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വിശ്വസിച്ചവരെ, ഒരു ജനം മറ്റൊരു ജനത്തെ പരിഹസിക്കരുത്. ഒരുപക്ഷെ അവർ ഇവരെക്കാൾ ഉത്തമരായെന്നു വരാം. സ്ത്രീകൾ മറ്റു സ്ത്രീകളെയും പരിഹസിക്കരുത്. ഒരുപക്ഷെ അവർ ഇവരെക്കാൾ ഉത്തമകളായെന്നു വരാം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആളുകളെ അപകീർത്തിപ്പെടുത്തരുത്. നിങ്ങൾ പരസ്പരം ചീത്തപ്പേര് വിളിക്കുകയുമരുത്. സത്യവിശ്വാസം കൈക്കൊണ്ടതിനു ശേഷം അനുസരണത്തിൽ നിന്ന് അകന്നു പോകുന്നത് ചീത്തപ്പേരിന് കാരണമാകുന്നതാണ്. പശ്ചാത്തപിച്ച് മടങ്ങാത്തവർ തന്നെയാണ് അധർമ്മികൾ. ജസാക്കുമുള്ള. പുസ്തക പരിചയം എന്ന കർമ്മം നിർവഹിക്കുന്നതിനായി ശ്രീമതി ജസ്ഫീന സയ്യിദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരീ സഹോദരന്മാരെ, കുട്ടികളെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പേരിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. സ്ത്രീ ഇസ്ലാമിൽ എന്ന ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ലോക കോടതി ജഡ്ജും ഉയർന്ന നയതന്ത്രജ്ഞനുമായ മുഹമ്മദ് സഫറുള്ള ഖാൻ സാഹിബിൻ്റെ വിമൻ ഇൻ ഇസ്ലാം എന്ന ഇംഗ്ലീഷ് ഗ്രന്ഥത്തിൻ്റെ പരിഭാഷയാണ് സ്ത്രീ ഇസ്ലാമിൽ. 6ഓളം ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ മലയാള വിവർത്തനം ചെയ്തിരിക്കുന്നത് ശ്രീമതി റൌഫ് റൂമിയാണ്. ഇസ്ലാമിൽ സ്ത്രീയെ ദുർബലയായി കാണുന്നു, അവളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു, അടിച്ചമർത്തുന്നു തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങൾക്കെതിരെയുള്ള വ്യക്തമായ മറുപടിയാണ് സ്ത്രീ ഇസ്ലാമിൽ എന്ന ഗ്രന്ഥം. ഇസ്ലാം ദർശനത്തിൽ സ്ത്രീയുടെ സ്ഥാനം, ഉത്തരവാദിത്തം, അവകാശങ്ങൾ, സാമൂഹികമായ പങ്ക് എന്നിവയെക്കുറിച്ച് വിശുദ്ധ ഖുറാന്റെയും
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തമായി വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് സ്ത്രീ ഇസ്ലാമിൽ. ഈ ഗ്രന്ഥത്തിൻ്റെ പ്രധാന ശക്തി സ്ത്രീയെ കേവലം ഒരു വികാര വിഷയമാക്കി മാറ്റാതെ മൂല്യവിഷയമായി അവതരിപ്പിക്കുന്നു എന്നതാണ്. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഇസ്ലാമിക തത്വങ്ങൾ വ്യക്തമാക്കുക, സ്ത്രീയുടെ മഹത്വവും അവകാശങ്ങളും ഉറപ്പിക്കുക എന്നതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും ആത്മീയമായി സമന്മാരാണ്. ആരാധന, പ്രതിഫലം, പരലോക ജീവിതം എന്നിവയിൽ യാതൊരു ലിംഗഭേദവുമില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനാണ് ദൈവത്തിങ്കിൽ നിന്നും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. അതെ, സ്ത്രീയും പുരുഷനും പരിപൂരകങ്ങളാണ്. നമുക്കറിയാം, ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനം കുടുംബമാണ്. ആ കുടുംബത്തിൽ നെടുന്തൂണായ സ്ത്രീ ബഹുമാന്യതയും സുരക്ഷിതയുമാകുമ്പോൾ ആ കുടുംബം ശുദ്ധമാകുന്നു. അതിലൂടെ സമൂഹം ശക്തമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് മാതാവ്, അമ്മ, ഭാര്യ എന്ന നിലയിൽ സ്ത്രീക്ക് ഇസ്ലാം മഹത്വമേറിയ സ്ഥാനം നൽകിയിരിക്കുന്നത്. മാതാവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഹൃദയഭാഗം. നിന്റെ മാതാവിൻ്റെ പാദങ്ങൾക്കടിയിലാണ് നിനക്ക് സ്വർഗം. നീ ഏറ്റവും കൂടുതൽ കാരുണ്യത്തോടു കൂടി പെരുമാറേണ്ടത് നിന്റെ മാതാവിനോടാണ് എന്ന് പറയുന്ന നബിവചനത്തിലൂടെ സ്ത്രീക്ക് ഇസ്ലാം നൽകിയിരിക്കുന്ന ആത്മീയവും സാമൂഹികവുമായ സ്ഥാനം എത്ര വിലയേറിയതാണെന്ന് ഗ്രന്ഥകർത്താവ് വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നു. ഇസ്ലാമിൽ സ്ത്രീയുടെ വിവാഹ അവകാശങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സ്ത്രീക്ക് ഇസ്ലാം വിവാഹ സമ്മതം, വിവാഹ മൂല്യം അതായത് മെഹർ, പോഷണം, സുരക്ഷ എന്നീ കാര്യങ്ങളിൽ എല്ലാ വിധത്തിലുള്ള അവകാശങ്ങൾ ഉറപ്പ് നൽകുകയും അതോടൊപ്പം തന്നെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നീതിപൂർവമായ സമീപനവും വളരെ വിഷയമായി ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. ഇസ്ലാമിൽ സ്ത്രീ ഒരു ചുമതലയല്ല, അമ്മാനത്താണ്, വിശ്വാസപൂർവം സൂക്ഷിക്കേണ്ട ഒരു നിധി. സ്ത്രീയെ ഇസ്ലാമിൽ വെറും ഒരു ഗൃഹിണിയായോ മറ്റൊരാളുടെയെങ്കിലും നിഴലായോ കാണുന്നില്ല. അവൾ മാനവും മര്യാദയും അവകാശവുമുള്ള ഒരു പൂർണ്ണ മനുഷ്യനാണ്. ഇന്നത്തെ ലോകം സ്ത്രീയുടെ അവകാശങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ സർവേകൾ നടത്തിയ അഭിപ്രായം ആരായുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പേ ഇസ്ലാം സ്ത്രീക്ക് വിദ്യാഭ്യാസ അവകാശം, പാരമ്പര്യ അവകാശം, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവ നൽകിയിരുന്നു. അറിവ് തേടൽ എല്ലാ മുസ്ലിമിൻ്റെയും കടമയാണെന്ന് പറയുന്നതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ സ്ത്രീക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതായത് ലോകം ഇസ്ലാമിനെയല്ല, ഇസ്ലാം ലോകത്തിനാണ് സ്ത്രീയുടെ അവകാശങ്ങളെ പറ്റി പഠിപ്പിച്ചത്. പലപ്പോഴും ഇസ്ലാമിൻ്റെ പേരിൽ, സ്ത്രീയുടെ പേരിൽ നടക്കുന്ന പല കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ചാർത്തപ്പെടാറുണ്ട്. എന്നാൽ അത് തെറ്റായ സംസ്കാരത്തിൻ്റെ ഫലമാണ്. ഒരു സ്ത്രീ വിശ്വാസത്തിൽ ഉറച്ചവളും അറിവിൽ ശക്തിയും പെരുമാറ്റത്തിൽ മാതൃകയുമായിരിക്കണമെന്ന് സ്ത്രീ ഇസ്ലാമിൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിൻ്റെ ഭാഷ വളരെ ലളിതമാണെങ്കിലും ചർച്ച ചെയ്തിരിക്കുന്ന വിഷയം വളരെ ഗൗരവമേറിയതാണ്. ഒരു മകനായി തൻ്റെ അമ്മയുടെ വാക്ക് അവഗണിക്കില്ലെന്നും, ഭർത്താവായി തൻ്റെ ഭാര്യയെ ബഹുമാനിക്കണമെന്നും, ഒരു പിതാവായി തൻ്റെ മകളെ ആത്മവിശ്വാസത്തോടു കൂടി വളർത്തണമെന്നും, ഒരു സഹോദരനായി തൻ്റെ സഹോദരിയുടെ മാന്യതയെ സംരക്ഷിക്കണമെന്നും ഈ പുസ്തകം എല്ലാ അർത്ഥത്തിലും നമ്മെ ഉപദേശിക്കുന്നു. സ്ത്രീയെ ബഹുമാനിക്കുന്നത് ദൗർബല്യമല്ല, മറിച്ച് ധാർമ്മികതയാണ്. വിജ്ഞാനപ്രദവും ചിന്താപ്രേരകവുമായ ഈ പുസ്തകം യഥാർത്ഥ ഇസ്ലാമിക ദർശനത്തിൽ സ്ത്രീയുടെ മഹത്വം വ്യക്തമാക്കുന്ന വിശ്വസനീയ ഗ്രന്ഥമാണ്. തെറ്റിദ്ധാരണകളെ പൊളിക്കുന്ന കണ്ണാടിയാണ്. ഈ പുസ്തകം വായിച്ചു തീരുന്ന നിമിഷം നാം ചിന്തിച്ചു തുടങ്ങും. സ്ത്രീ ഇസ്ലാമിൽ എന്ന ഗ്രന്ഥത്തിൻ്റെ ഓരോ താളുകൾ മറിക്കുമ്പോഴും അമ്മ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ, സഹോദരി എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നന്ദി. താങ്ക് യു ശ്രീമതി ജസ്ഫീന. അടുത്തതായി പുസ്തക പ്രകാശനം എന്ന മഹനീയ കർമ്മം നിർവഹിക്കുന്നതിനായി അഡ്വക്കേറ്റ് ജമീല പ്രകാശം മാഡത്തെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി വീണ സുനിൽ മാഡത്തെയും സസന്തോഷം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു.
ഈ പുസ്തകത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ മുഖ്യാതിഥി ശ്രീമതി ജമീല പ്രകാശം മാഡത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സുന്ദരമായ വേദിയിലും അതിനേക്കാളും മനോഹരമായ സദസ്സിലും ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പുസ്തകമേള കഴിഞ്ഞ തവണ സംഘടിപ്പിച്ചപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ എന്ന് വരണം എന്നാലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം ഒരു അതിഥിയായിട്ട് വരാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ആതിഥേയരോട് ആദ്യമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, എൻ്റെ കൂടെ വന്ന കൊച്ചു പെൺകുട്ടി ചിരിക്കുകയാണ്. അതായത് എനിക്ക് ഇസ്ലാം മതവുമായിട്ട് സംസ്കാരവുമായിട്ട് ആദ്യമുള്ള ഒരു ബന്ധം കുഞ്ഞുനാൾ തൊട്ട് കേൾക്കാൻ തുടങ്ങിയ എൻ്റെ പേരാണ്. എൻ്റെ പേര് വളരെ അപൂർവമായിട്ടുള്ള ഒരു പേരായിട്ടാണ് എൻ്റെ അമ്മ എനിക്ക് നൽകിയത്. ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ പേരായിരുന്നു അത്, ജമീല ബൊഹിറഡ്. അവർ ജനിച്ച വർഷം 1935. ഇപ്പോൾ അവർക്ക് 90 വയസ്സ് കഴിഞ്ഞു. ആ വർഷം തന്നെയാണ് എൻ്റെ അമ്മയും ജനിച്ചത്. ഞാൻ ജനിച്ച വർഷം ഈ മഹതി അവരുടെ 22ാം വയസ്സിൽ ഗില്ലറ്റിനിൽ വെച്ച് തല ഛേദിക്കപ്പെടണം എന്നുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷാവിധിയും കാത്ത് ജയിലിൽ പല പീഡനങ്ങളും ഏറ്റ് കിടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം എൻ്റെ അമ്മ പറയും, മകൾക്കെന്ത് പേരിടണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പല പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഓർമ്മിക്കുകയും പരതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദിവസവും പത്രത്തിൽ വരും പല രാഷ്ട്ര നേതാക്കളും മനുഷ്യസ്നേഹികളും മത അധ്യക്ഷന്മാരുമൊക്കെ ആവശ്യപ്പെടുകയാണ് ഫ്രഞ്ച് ഭരണാധികാരികളോട്. അന്ന് അൾജീരിയ ഭരിച്ചിരുന്നത് ഫ്രഞ്ചുകാരാണ്. ജമീലയെ വെറുതെ വിടണം, ജമീലയെ ഇനി പീഡിപ്പിക്കരുത്, ജമീലയ്ക്ക് ഒരു ന്യായയുക്തമായ വിചാരണ കൊടുക്കണം, ഈ ശിക്ഷ ഇളവ് ചെയ്യണം. ഒന്നിലും അവർ വഴങ്ങാതെ ഇരുന്നപ്പോൾ ഫ്രാൻസിൽ പോലും ജമീലയ്ക്ക് അനുകൂലമായിട്ട് റാലികൾ നടക്കാൻ തുടങ്ങി. ഒരു ഫ്രഞ്ചുകാരനായ വക്കീല് തന്നെ മുന്നോട്ട് വന്ന് അൾജിയേഴ്സിൽ അവരുടെ കേസ് വാദിക്കാൻ തുടങ്ങി. എന്നിട്ടും വിടുകയില്ല, ഗില്ലറ്റിൻ വെച്ച് തന്നെ മുറിക്കാൻ പറഞ്ഞു. ഫ്രഞ്ച് വിപ്ലവം തൊട്ട് നടക്കുന്ന പൈശാചികമായ രീതിയിലുള്ള ജീവൻ എടുക്കുന്ന ശിക്ഷ. അപ്പോഴാണ് പോപ്പ് ആവശ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് അതോടുകൂടി ആ വലിയൊരു എതിർപ്പങ്ങ് അടങ്ങി ഇവരുടെ ജീവന് വേണ്ടി. പിന്നെ അവരെ ശിക്ഷിച്ചതുമില്ല, അവരെ സ്വതന്ത്രയാക്കി വിട്ടു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് എന്നും ഒരു വിഷമമായിരുന്നു, അവരുടെ ഒരു ചിത്രം പോലും കാണാനില്ല. അവസാനം ആ വിഷമം എനിക്ക് തീർത്തു തന്നത് ഇൻ്റർനെറ്റാണ്. എൻ്റെ അമ്മ 80ാം വയസ്സിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻ്റർനെറ്റ് ഉണ്ടായ കാലം തൊട്ട് ഞാനതിലിങ്ങനെ തപ്പി ഇവരുടെ അന്നത്തെ വിപ്ലവകരമായ പ്രസംഗങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ, ജയിലിൽ വിചാരണ നേടുന്നത്, മക്കളുടെ കൂടെ ഇരിക്കുന്നത്, പിന്നീട് ആ പടങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് അപ്പം അന്ന് തൊട്ട് ഇപ്പം എൻ്റെ അച്ഛൻ അന്ന് ഒരു ഇന്ത്യയിലെ ആദ്യത്തെ എലക്റ്റഡ് കമ്മ്യൂണിസ്റ്റ് മുനിസിപ്പൽ ചെയർമാനാണെന്ന് പറയും. 52-ൽ 25ാമത്തെ വയസ്സിൽ ആർ പ്രകാശം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർമാനായി. 54-ൽ അദ്ദേഹം തിരുക്കൊച്ചിയിലെ MLA ആയി. 57-ൽ ചരിത്ര പ്രസിദ്ധമായ EMS മന്ത്രിസഭയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് MLA-മാരിൽ ഒരാളായിരുന്നു. പക്ഷെ 57-ൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ജയിക്കുമ്പോൾ EMS വാണരുളുന്ന സമയമാണ്. അപ്പോഴുപോലും അച്ഛൻ പറഞ്ഞു, എന്നാലും ജമീല ഇതിവിടെ എങ്ങും ആർക്കും ഇല്ലല്ലോ ഈ പേര്. അപ്പം എൻ്റെ അമ്മ വീണ്ടും ശാഠ്യം പിടിച്ചു. അപ്പോഴാണ് KPAC-യിലെ നടനായിരുന്ന അസീസ് എന്ന് പറയുന്ന അദ്ദേഹം, പഴയ തലമുറയിലെ ആളുകൾക്കെല്ലാം അദ്ദേഹത്തെ അറിയാം, അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു, വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇപ്പം എനിക്ക് നിങ്ങളാരും ചിരിക്കരുത്, അതിസുന്ദരിയായിട്ടുള്ള ഈ കുട്ടി, ഇവൾക്ക് ജമീല എന്ന് തന്നെ പേരിടണം സഖാവേ, കാര്യം ജമീല എന്ന് പറഞ്ഞാൽ സുന്ദരിയാണ്. പിന്നെ ഞാൻ പറയും, കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞെന്നാണല്ലോ. എൻ്റെ അച്ഛനും അമ്മയും അപ്പം തീരുമാനിച്ചു ഇനി ഈ പേര് തന്നെ. ഈ പേര് കാരണം പലരും ചോദിച്ചിട്ടുണ്ട്, ജമീല പ്രകാശം എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഒരു പേര് വന്നു?
അപ്പം അന്ന് തൊട്ട് ഞാൻ ഒരുപാട് കഥകൾ പിന്നെ എൻ്റെ അച്ഛന് നന്നായിട്ട് കഥ പറയാൻ അറിയാമായിരുന്നു. ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ദാസ് ക്യാപിറ്റൽ പോലെ തന്നെ അച്ഛന് വഴങ്ങുമായിരുന്നു. 1001 രാവുകളും സിൻബാദിൻ്റെ യാത്രകളും ഇതെല്ലാം കേട്ടാണ് വളർന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അറേബ്യ അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യം, ഇസ്ലാം മതം, ആ സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഹൂറികളുടെയും ജിന്നുകൾ, പേടിപ്പിക്കുന്ന ജിന്നുകളുടെയും മലുക്കുകളുടെയും പിന്നെ വലിയ വലിയ സുൽത്താൻമാരുടെയും അവർ സഞ്ചരിക്കുന്ന കുതിരകൾ, ചിറകുള്ള കുതിരകളുടെയും ഒക്കെ ഒരു നഗരം. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ ഭാവനകളിൽ വളരെ നിറഞ്ഞു നിന്നു. അപ്പം എനിക്കെന്തോ സ്വകാര്യമായി ഒരുപാട് സ്വാതന്ത്ര്യമുള്ള ഒരു ഇടമാണ് ഈ ഇസ്ലാം മതം, ആ സംസ്കാരം, അതിലുള്ളവരെന്നൊക്കെ തോന്നും. ഞാൻ വളർന്നത് ഒരു കൊച്ചു ഗ്രാമത്തിലാണ്, പാരിപ്പള്ളി എന്ന് പറയും. അത് കഴിഞ്ഞ് പഠിക്കാൻ പിന്നെ പോയപ്പോൾ ആറ്റിങ്ങലും പോയി. ഇവിടെയെല്ലാം നല്ല ഒരു ശതമാനം എൻ്റെ സതീർത്ഥ്യർ ഇസ്ലാം മതത്തിൽ നിന്നായിരുന്നു. പ്രത്യേകിച്ച് ആറ്റിങ്ങ സ്കൂളിൽ ഞാൻ ആദ്യമായിട്ട് വലിയൊരു ഇലക്ഷനൊക്കെ നിന്നു. സ്കൂളിലെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഒരുപാട് മുസ്ലിം കൂട്ടുകാർ ഈ ഒരു പേരിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവരുടെയൊക്കെ അച്ഛന്മാരെന്ന് പറഞ്ഞു, ജമീല പ്രകാശം എന്ന് പേരുണ്ടെങ്കിൽ സഖാവ് RP-യുടെ മകളാണ്, നിങ്ങൾ ആ കുട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ. അങ്ങനെ ഞാൻ 10% ഭൂരിപക്ഷം വാങ്ങിച്ചാണ് ജയിച്ചത്. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സമയത്തും ഈ പേര് വളരെ കൗതുകമുള്ള ഒരു പേരായിട്ട്. എൻ്റെ ഭർത്താവ് പറയും, അദ്ദേഹം ജില്ലാ KSU പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഓരോ സ്കൂളിലും KSUക്കാരെങ്കിലും ജയിച്ചിട്ടുണ്ടോ എന്ന് പരതുമ്പോൾ ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂളിൽ 14,000-5,000 കുട്ടികളുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്നും ജമീല പ്രകാശം എന്നുള്ള പേരിൽ ഒരു പെൺകുട്ടി ജയിച്ചു വരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, അതങ്ങോട്ട് നോക്കണ്ട, KSUയിൽ ചേരാൻ കിട്ടൂല, അവിടെ രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിൽ അത് ഇന്നാരുടെ മകളാണ്. പക്ഷെ എത്രയായാലും പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്നെ KSUക്കാർ പ്രീ ഡിഗ്രിക്ക് ചെന്ന് കയറിയതും അവർ കൊണ്ടുപോയി. അപ്പോഴാണ് അദ്ദേഹം എന്നെ നേരി കാണുന്നത്. എന്നിട്ട് പറഞ്ഞു, അന്നേ എനിക്ക് ഓർമ്മയുണ്ട്, ഇതൊരു വല്ലാത്ത പേരല്ലേ, അത് വല്ലാത്ത പേരാണോ പൊല്ലാത്ത പേരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിലയേറിയ അലങ്കാരമാണ്. ഒരു സംസ്കൃതം പോലെ വളരെ പഴക്കമുള്ളൊരു ഭാഷ, ഉത്കൃഷ്ടമായ ഒരു ഭാഷ, ഉത്കൃഷ്ടമായ ഒരുപാട് കൃതികളുള്ള ഒരു ഭാഷ. അന്നത്തെ കാലത്ത് തന്നെ പഞ്ചതന്ത്രം പോലും അവിടെ നിന്ന് ആളുകൾ വന്ന് പഠിച്ച് ആ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു എന്ന് പറയും. അങ്ങനെ ഒരുപാട് സംസ്കാരങ്ങളുടെ, പിന്നെ ഒരുപാട് നാളാ കാര്യങ്ങളൊക്കെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അസംബ്ലിയിൽ ഇരിക്കുമ്പോഴും അഹമ്മദ് കബീറിനെ പോലെയുള്ള വളരെ പണ്ഡിതരായിട്ടുള്ള MLA-മാർ പലപ്പോഴും എൻ്റെ സംശയങ്ങൾ തീർക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുക. അപ്പം എൻ്റെ സമയം ഒരുപാടായി, ഞാൻ അതുകൊണ്ട് നിർത്തുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഇന്നലെയാണ് ഈ പുസ്തകം കിട്ടിയത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം 25-ാമത്തെ പേജിൽ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ കുടുംബത്തോട് ഉത്തമനായി പെരുമാറുന്നവനാണ്. സ്വർഗം മാതാവിൻ്റെ കാൽ കീഴിൽ സ്ഥിതി ചെയ്യുന്നു. തൻ്റെ പെൺമക്കളെ നല്ല രീതിയിൽ പരിപാലിക്കുകയും അവർക്കും തങ്ങളുടെ ആൺമക്കൾക്കും ഇടയിൽ യാതൊരു വിവേചനവും കൽപ്പിക്കാത്തവൻ സ്വർഗത്തിൽ എന്നോട് വളരെ അടുത്തായിരിക്കും. അടുത്ത ഹെഡിങ് സ്ത്രീയും സാമ്പത്തിക സ്ഥിതിയും എന്നാണ്. ഇത് തൊട്ടാണ് ഞാൻ ഈ പുസ്തകം വളരെ കാര്യമായിട്ട് വായിച്ചത്, മനസ്സിരുത്തി. മറ്റതെല്ലാം ഓരോ പേജും ഇങ്ങനെ മറിച്ച് വിട്ടതേ ഉള്ളൂ. സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഞാൻ 32 വർഷം ഒരു ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ആളുമാണ്. അപ്പം അന്ന് 1848 അമേരിക്കൻ ഐക്യനാടുകളിൽ വെച്ചാണ് ആദ്യമായിട്ട് ആധുനിക കാലത്തെ സ്ത്രീ സ്വാതന്ത്ര്യക്കാരുടെ ഒരു മീറ്റിംഗ് നടക്കുന്നത്. സെനക്കൽ ഫോൾസിൽ വെച്ച് എലിസബത്ത് ആൻ സ്റ്റാൻഡൻ്റെ ഒക്കെ നേതൃത്വത്തിൽ. അന്നുപോലും അവർ വെളിയിൽ പോയി ഒരു പണി ചെയ്താൽ അവർക്ക് കിട്ടുന്ന വേതന അവരുടെ അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. സ്വന്തം അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ സ്വത്തിൽ നിന്ന് അവർ മരിച്ചു പോകുമ്പോൾ പോലും ഈ പെണ്ണുങ്ങൾക്ക് $1 സെൻറ്റോ പോലും കിട്ടില്ല. അവിടെയാണ് നമ്മളിത് പറയുന്നത്. ആധുനിക ആർഷഭാരതത്തിൽ ഇത് തന്നെയായിരുന്നു സ്ഥിതി. സ്ത്രീകൾക്ക് കുറേ സ്ത്രീധനം കൊടുക്കും വധുക്കൾക്ക്,
അവർ ചെന്ന് കഴിയുമ്പോൾ അത് ചെന്ന് കയറുന്ന വീട്ടിൽ ആകും. അപ്പം അതിന് പകരം ഞാൻ LLBക്ക് പഠിച്ചപ്പോഴും ഞാൻ പഠിച്ചിട്ടുള്ളത് സ്ത്രീക്ക് പുരുഷനോടൊപ്പം തന്നെ, അത് ഒരുപാട് ആളുകൾക്ക് അന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ പരീക്ഷയ്ക്കൊരു ചോദ്യവും വന്നു, വിവാഹമോചനം നടത്താൻ പോലും സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇസ്ലാം മതം കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് അന്നൊരു ചോദ്യവും വന്നു. പലരും എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനത് ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ആദ്യമായിട്ട് സ്വത്തവകാശം കൊടുത്തവര്, വിദ്യാഭ്യാസം നല്ല രീതിയിൽ സ്ത്രീകളെ ചെയ്യിക്കാൻ വന്നവര്. പിന്നെ എൻ്റെ അച്ഛനൊക്കെ വളരെ താല്പര്യം ഉണ്ടായിരുന്ന വീട്ടിലെ തന്നെ ഒരു അതിഥിയായിരുന്ന ശ്രീ PK ബാലകൃഷ്ണൻ ടിപ്പു സുൽത്താൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതും എനിക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ട്. കാര്യം അദ്ദേഹം ഇങ്ങനെ പട നയിച്ചുകൊണ്ട് വരുമ്പോൾ മലബാർ പ്രദേശത്തുള്ള പിന്നോക്ക ജാതിക്കാരായിട്ടുള്ള സ്ത്രീകള് അപമാനകരമായ രീതിയിൽ വസ്ത്രം ധരിച്ച് ഇത്ര നീളത്തിലുള്ള ഒരു തോർത്തുകൊണ്ട് മാത്രം ഉടുത്ത് നിൽക്കാൻ നിർബന്ധിതരാവുന്നത് കണ്ടപ്പോൾ അവരോട് മാനം മറച്ച്, നെഞ്ച് മറച്ച്, കാലുവരെ എത്തുന്ന വസ്ത്രങ്ങൾ 1 or 2 പീസായിട്ട് ധരിക്കാൻ അദ്ദേഹം അപ്പോഴേ ഓർഡർ ഇട്ടു. കേരളത്തിലെ പിന്നോക്ക ജാതിക്കാരായ സ്ത്രീകളെ, ഹിന്ദു സ്ത്രീകളെ തുണി ഉടുപ്പിക്കാൻ ടിപ്പു സുൽത്താൻ വാളുമൂരിക്കൊണ്ട് കുതിരപ്പുറത്ത് വരേണ്ടി വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം പറയുന്ന ഈ കഥ, ഇതൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. അതെ, അങ്ങനെ ഞാനത് പറഞ്ഞ് തീർക്കുകയാണ്. സോറി, ഞാൻ ആ സമയം എടുത്തു. താങ്ക് യു മാഡം ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം വളരെ സന്തോഷത്തോടു കൂടി പ്രകാശിപ്പിക്കുകയാണ്. എല്ലാവരുടെയും ജീവിതത്തില് ഇത് പ്രകാശം പരത്തുന്ന ഒരു കണികയായിട്ട് തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ ഓരോടും ആവശ്യപ്പെടുന്നു. അടുത്തതായി ഈ പുസ്തകം ഏറ്റുവാങ്ങിയ സാഹിത്യകാരി ശ്രീമതി വീണ സുനിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയങ്കരായവർക്ക് സ്നേഹവന്ദനം. ഇസ്ലാം മതവുമായിട്ടുള്ള എൻ്റെ ബന്ധവും പ്രിയപ്പെട്ട ജമീല പ്രകാശ് മാം പറഞ്ഞ പോലെ പഠിക്കുന്ന കാലം തൊട്ടേ പ്രിയപ്പെട്ട സൗഹൃദങ്ങളിലെല്ലാം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തിയതും അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ വെളിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും എനിക്കും പ്രിയപ്പെട്ടവരാണ്. സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനം എന്താകണം എന്ന രീതിയിലുള്ള ഒരു ചർച്ച എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാം മതത്തിലെ സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ വ്യാപകമായി നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെ ഒരു പഠന വിഷയമാക്കാൻ തക്ക വിധത്തിൽ ഈ പുസ്തകം അക്കാദമിക് തലങ്ങളിൽ പോലും എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ മുന്നിട്ടിറങ്ങി എത്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പുസ്തകത്തിൽ സ്ത്രീയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ച്, വിവാഹമോചനത്തെക്കുറിച്ച്, സ്ത്രീ പുരുഷന്മാർക്കിടയിലെ സമത്വത്തെക്കുറിച്ച്, സ്ത്രീയുടെ സാമ്പത്തിക സമത്വത്തെക്കുറിച്ച്, അങ്ങനെ എല്ലാ രീതിയിലും സ്ത്രീയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നു. പുസ്തക പരിചയം നടത്തിയ പ്രിയ കൂട്ടുകാരി പറഞ്ഞതുപോലെ മാതാവിൻ്റെ കാൽപാദത്തിനടിയിലാണ് ഒരുവന്റെ സ്വർഗം. ഈ വാചകത്തിൽ തന്നെയുണ്ട് ഇസ്ലാം മതം സ്ത്രീക്ക്, അമ്മയ്ക്ക്, മാതാവിന് നൽകുന്ന സ്ഥാനം. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തിലെ സ്ത്രീകൾക്ക് ഇസ്ലാം മതം നൽകുന്ന പ്രാധാന്യം എന്താണെന്ന് ഈ പുസ്തകത്തിൻ്റെ വായനയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമാകുന്നതാണ്. പ്രിയപ്പെട്ട റൗഫി റൂമി മലയാളത്തിൽ വിവർത്തനം ചെയ്ത ഈ പുസ്തകം ഒരുപാട് വായിക്കാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ സമയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആശംസാ പ്രസംഗത്തിന് കൊടുക്കുക. താങ്ക് യു മാഡം. സമാപന പ്രസംഗത്തിനായി ശ്രീമതി സുറുമിയ മുസഫറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. In the name of Almighty, distinguished guests, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഓരോരുത്തർക്കും ശാന്തിയും സമാധാനവും ആശംസിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരേ ഒരു സ്രഷ്ടാവിൻ്റെ സൃഷ്ടികളാണ്. സ്രഷ്ടാവ് തന്നെ പറയുകയാണ് നമ്മളോട്, തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് മനുഷ്യനാണെന്ന്. എന്നാൽ ഈ മനുഷ്യരിൽ തന്നെ ചില വ്യത്യസ്ത ഗുണങ്ങളും കഴിവുകളും നൽകി സ്ത്രീയായും പുരുഷനായും വേർതിരിച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഉത്കൃഷ്ട സൃഷ്ടികളിൽപ്പെട്ട സ്ത്രീകളുടെ സ്ഥാനം ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് ഈ പുസ്തകത്തിലൂടെ രചയിതാവ് വിവരിക്കുന്നത്. വാട്ട് ഈസ് ദ സ്റ്റേറ്റസ് ഓഫ് വിമൻ ഇൻ ഇസ്ലാം എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം.
നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് ഇസ്ലാമിൽ സ്ത്രീയുടെ സ്ഥാനം. ഇതിനെക്കുറിച്ച് ഒരു സമഗ്ര പഠനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്തമ വഴികാട്ടിയാണ് ഈ പുസ്തകം. ദൈവം തൻ്റെ സൃഷ്ടിയുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കഴിവുകളുടെ വൈവിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുയോജ്യമായ ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ അഭികാമ്യമായ ചില പ്രവൃത്തികൾ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ പുസ്തകം പരിചയപ്പെടുത്തിയ ജസ്വിന സാഹിബ് പറയുണ്ടായി, സ്ത്രീയും പുരുഷനും പരിപൂരകങ്ങളാണെന്ന്. അതായത് പുരുഷനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ സ്ത്രീ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ സ്ത്രീയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ പുരുഷൻ ചെയ്യുന്നതിലോ യാതൊരു തടസ്സവും ഇത് മുന്നോട്ട് വെക്കുന്നില്ല. അതുപോലെ ഈ കഴിവുകളുടെ വൈവിധ്യം അല്ലെങ്കിൽ പ്രവർത്തന വൈവിധ്യത്തെ നമ്മൾ ഗാഢമായി ചിന്തിക്കുമ്പോൾ ഈ പ്രവർത്തന വൈവിധ്യം തന്നെ ഒരു പ്രകൃതിയുടെ ആസൂത്രണമാണെന്ന് വ്യക്തമാക്കുന്നു. നമുക്ക് ഇന്ന കഴിവുകൾ അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തി വൈവിധ്യം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അവരവരുടെ പ്രവൃത്തി മണ്ഡലങ്ങൾ ഉത്തമ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അന്തസ്സും ഒക്കെ കാണാൻ സാധിക്കുന്നത്. ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഒരു സൗന്ദര്യമേറിയ ഒരു പോയിന്റ് ഉണ്ട്. അതായത് പ്രവൃത്തി വൈവിധ്യം അല്ലെങ്കിൽ പ്രവൃത്തിയിൽ വ്യത്യസ്തത മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും അവരവരുടെ ഏൽപ്പിച്ചിട്ടുള്ള അഭികാമ്യമായ അനുയോജ്യമായ പ്രവൃത്തികൾ അവർ ചെയ്യുമ്പോൾ അതിൽ നൽകുന്ന റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലം അതിൽ ഒരു സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഒരുപോലെ ഒരു അനീതിയും കാണിക്കാതെ നൽകുമെന്ന് ഉറപ്പുവരുത്തുന്നു. ഒരു വ്യത്യാസമില്ല. ഇവിടെയാണ് ഈക്വാളിറ്റി കംസ് ടു പ്ലേ. നമുക്കറിയാം ഇന്ന് സമൂഹം ഏറ്റവും അധികം മുറവിളി കൂട്ടുന്ന ഈക്വാളിറ്റി ഫോർ വിമൻ, വെയർ മെൻ ആൻഡ് വിമൻ ആർ ട്രീറ്റഡ് ഈക്വലി. സ്ത്രീ പുരുഷ സമത്വം ഇതിൻ്റെ ഒരു സൗന്ദര്യ വെളിവാവുന്നത് ഈ പുസ്തകത്തിൽ കാണാം. നമുക്ക് ഈ പുസ്തകത്തിലൂടെ ഏത് ഹെഡിങ് എടുത്താലും വൈവാഹിക ജീവിതം, ഇപ്പം ജമീല മാം പറഞ്ഞ പോലെ വിവാഹമോചനത്തിന് ഒരു സ്ത്രീക്കും പുരുഷൻ തുല്യ രീതിയിൽ വിവാഹമോചനത്തിന് നമുക്ക് മുന്നിട്ട് ഇറങ്ങാം. ഏത് സാമ്പത്തിക വ്യവസ്ഥയിൽ നമുക്ക് ഉള്ള അവകാശങ്ങൾ, അങ്ങനെ അവകാശങ്ങളിലും അതിൽ നൽകുന്ന പ്രതിഫലങ്ങളിലും ഏത് ഹെഡിങ് എടുത്ത് നോക്കിയാലും സ്ത്രീ പുരുഷ സമത്വം ഈ പുസ്തകത്തിൽ ഉറപ്പ് നൽകുന്നുണ്ട്. നമുക്ക് ഈ പുസ്തകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ കാണാവുന്നത് സ്ത്രീകൾ കുറച്ചും കൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ആർ ദേ മോർ പ്രിവിലേജ്ഡ് എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെ ഈ സ്ത്രീയുടെ സ്ഥാനം ഇസ്ലാം എങ്ങനെ നോക്കി കാണുന്നുള്ളതും സ്ത്രീയെ ഇസ്ലാമിൽ എത്ര മനോഹരമായാണ് എത്ര അന്തസ്സുള്ളവളായിട്ടാണ് എന്നുള്ളത് ഉയർത്തി കാണിക്കാൻ രചയിതാവ് വളരെ വിജയകരമായി നിർവഹിച്ചിരിക്കുന്നു. അപ്പം ഇതിനെക്കുറിച്ച് സ്ത്രീയുടെ ഇസ്ലാമിലെ സ്ഥാനത്തെക്കുറിച്ച് പഠിക്കണമെന്നും അറിയണമെന്നും ആഗ്രഹിക്കുന്നവർ ഈ പുസ്തകം തീർച്ചയായും വായിക്കണം. ഈ പുസ്തകം അഹമ്മദിയ മിഷൻ ബുക്ക് സ്റ്റാൾ ഇസ്ലാം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസിൻ്റെ സ്റ്റാൾ നമ്പർ 8229 to 8232 ഈ നമ്പർ ലഭ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന സദസ്സിലെ വിശിഷ്ടാതികൾക്കും ഇവിടെ കൂടിയിരുന്ന ഓരോരുത്തർക്കും ഇസ്ലാം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസിൻ്റെ പേരിൽ ഞാൻ ഹാർദമായ നന്ദി അറിയിക്കുന്നു. ഇതോടെ ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മുടെ അതിഥികൾക്കും പങ്കെടുത്ത എല്ലാ സഹോദരന്മാർക്കും ഇസ്ലാം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസിൻ്റെ പേരിലും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.